അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടതായിട്ട് വീട്ടിലെ പല്ലികൾ അവയെ കണ്ടാൽ കൊല്ലണം. കാരണം ആ പല്ലിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മേലെ തീ ഊതിയത്. അവിടെ തീ എത്തിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അവിടെ പോയിരുന്ന് ഊതാൻ നോക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും വൃത്തിയായിട്ട് ജന്തു, നമുക്കറിയില്ല, അള്ളാഹു ആലം. അതിന് ഉമ്മി ശരീക്കിൻ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഖത്ലിൽ വസഖി വഖാല കാന യൻഫുഖു അലാ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ വീട്ടിലുള്ള പല്ലിയെ കണ്ടാൽ കൊന്നു കളഞ്ഞേക്കുക. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഈ പറയുന്ന ആയത്ത് അവതരിച്ചപ്പോൾ അവർ വിശ്വസിക്കുന്നവരാകുന്നു, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവർ, അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവർ. അവർ അവരുടെ വിശ്വാസത്തെ ളുൽമ് അല്ലെങ്കിൽ തിന്മകൾ, അതല്ലെങ്കിൽ അള്ളാഹു ഒഴികെയുള്ളവരെ ആരാധിക്കുന്നത്, അതായത് അങ്ങേയറ്റത്തെ അക്രമം, അങ്ങനെ ഉള്ളതുമായി അവർ തെറ്റോ അല്ലെങ്കിൽ സംശയം ഉണ്ടാവുകയോ ഇല്ല. അവർക്ക് രണ്ടായിട്ട് തിരിച്ച് അറിയാം. 6-ാം സൂറത്തെ 82-ാമത്തെ ആയത്ത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിൽ ആരാണ് ഞങ്ങളോട് തന്നെ ളുൽമ് അല്ലെങ്കിൽ അക്രമം ചെയ്യാത്തവർ? അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ പറയുന്ന പോലെയല്ല അതിൻ്റെ അർത്ഥം. ളുൽമ് ഈ വചനത്തിൽ ഉള്ളത് അത് അവരുടെ വിശ്വാസത്തെ സംശയിക്കുന്നതല്ല. ളുൽമ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് ആകുന്നു, അതായത് അള്ളാഹുവിന് പങ്കുകാരെ വച്ച് ആരാധിക്കുന്നത്, വേറെ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അത് മാത്രമാണ് ഈ ആയത്തിൽ ളുൽമ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലുക്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്നത്, എൻ്റെ മോനെ, ആരാധനയിൽ നീ അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കരുത്. തീർച്ചയായും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോട് എന്തിനെങ്കിലും പങ്കു ചേർത്താൽ അത് ഭയങ്കരമായ ളുൽമ് അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ തിന്മയാകുന്നു. 31-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. عن عبد الله رضي الله عنه قال لما نزلت الذين آمنوا ولم يلبسوا إيمانهم بظلم قلنا يا رسول الله أينا لا يظلم نفسه قال ليس كما تقولون لم يلبسوا إيمانهم بظلم بشرك أولم تسمعوا إلى قول لقمان لابنه يا بني لا تشرك بالله إن الشرك لظلم عظيم. ലുക്മാൻ 13. ഇതിന് മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇങ്ങനെ പറയപ്പെടുന്നു, അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം തീ കെടുത്താൻ ശ്രമിച്ചു, വീട്ടിലെ പല്ലി ഒഴികെ. ആ പല്ലി അതിലേക്ക് ഊതുകയായിരുന്നു, അതായത് തീ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബാക്കി അവിടെയുള്ള കാക്ക, പൂച്ച, പട്ടി അങ്ങനെയുള്ളതൊക്കെ വന്ന് തീ കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഭയങ്കരമായ സംഭവമായിരിക്കും, അത്ഭുതം, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്തത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് പല്ലിയെ കൊല്ലണം എന്ന് പറയുന്നത്. ഇപ്പം തൊട്ട് മുമ്പ് കണ്ട ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ ആയത്തിൻ്റെ ബാക്കി എന്ന് പറയുന്നത് അവർക്ക് സുരക്ഷിതത്വമുണ്ട്, അവർ നേർമാർഗത്തിൽ വഴി കാണിക്കപ്പെട്ടവരാകുന്നു. 6-ാം സൂറത്ത് 82-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ വചനം തിരക്ക് പിടിക്കുക. 37-ാം സൂറത്ത് 94-ാമത്തെ ആയത്ത്. യസിഫൂൻ അസ്വാഫാത്ത് 94. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു ദിവസം കുറച്ച് ഇറച്ചി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ആദ്യത്തിലുള്ളവരും അവസാനത്തിലുള്ളവരും, സകല മനുഷ്യരും, അതായത് ആദം അലൈഹിസ്സലാം തൊട്ട് ലോകാവസാനത്തിൽ ജനിക്കുന്ന കുട്ടി വരെ. അത് നിരപ്പായ ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ പറമ്പിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിലായിരിക്കും. അവിടുത്തെ വിളിച്ചു പറയുന്ന ആളുടെ ശബ്ദം എല്ലായിടത്തും എത്തും. അപ്പോൾ അവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്തോ പ്രത്യേകതയുള്ളതാണ്. അതുപോലെ ഒരാൾക്ക് അവിടെയുള്ള എല്ലാവരെയും കാണാം. സാധാരണ രീതിയിൽ 1000 അല്ലെങ്കിൽ 10000 ആൾ കൂടിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള 10, 30, 50 പേരെ കാണാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ എന്തോ പ്രത്യേകതയാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഒരാൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാം. സൂര്യൻ അവരുടെ തൊട്ടടുത്തേക്ക് വരും. റിപ്പോർട്ടർമാരിൽ ഒരാൾ വിശദീകരിക്കുന്നു, അതായത് ശുപാർശയെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ആളുകൾ ഇബ്രാഹീമിൻ്റെ അടുത്തേക്ക് പോകും, എന്നിട്ട് പറയും, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷിതാവിനോട് ശുപാർശ ചെയ്യുമോ? ഇബ്രാഹീം അപ്പോൾ ഓർക്കും അദ്ദേഹം പണ്ട് പറഞ്ഞ നുണകൾ.
എന്നിട്ട് അദ്ദേഹം പറയും നഫ്സി നഫ്സി, അതായത് എന്നെ വിട്ടേക്കും, എന്നെ കൊണ്ട് പറ്റില്ല, മൂസായുടെ അടുത്തൊന്ന് പോയി നോക്കൂ എന്ന് പറയും. 3340 കണ്ടാണ്. അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഊതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ബിലഹ്മിൻ ഫഖാല ഇന്നല്ലാഹ യജ്മഉ യൗമൽ ഖിയാമത്തിൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദിൻ ഫയസ്മഉഹുൽ ദാഇ വയുൻഫിദുഹുൽ ബസറു വതദ്നു الشمس منهم فذكر حديث الشفاعة فيأتون إبراهيم فيقولون أنت نبي الله وخليله من الأرض اشفع لنا إلى ربك ويقول فذكر كذباته നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ മൂസ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു താങ്കളുടെ മേൽ കരുണ കാണിക്കട്ടെ, അള്ളാഹു ഇസ്മായിലിൻ്റെ ഉമ്മായുടെ മേൽ കരുണ കാണിക്കട്ടെ. ഹാജർ അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ തിരക്ക് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ സംസം ഒരു ഒഴുകുന്ന അരുവിയോ അല്ലെങ്കിൽ നദിയോ ആയി മാറുമായിരുന്നു ഭൂമുഖത്ത്. അത് ഭൂമിയുടെ എല്ലാ സ്ഥലത്തേക്കൂടെ ഒഴുകിയേനെ എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മരുഭൂമിയിൽ വെള്ളം ഇങ്ങനെ പൊട്ടി വരുവാണ്, ടാപ്പൊക്കെ പൊട്ടിയിട്ട് റോട്ടിൽ നമ്മൾ വെള്ളം കാണാറില്ല അതുപോലെ. അപ്പോൾ അതിന് ചുറ്റും മണ്ണ് വാരി വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ തടം പോലെ ഉണ്ടാക്കി, കുഞ്ഞൊരു കുഴി പോലെ, ഒഴുകിപ്പോകാതിരിക്കാൻ. മരുഭൂമിയിൽ വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. ഒരു കടലിൽ ഉപ്പ് കലക്കുക എന്ന് പറയുന്നത് പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അത് ഒഴുകിപ്പോവും. അപ്പോൾ അവർ നല്ല സാധാരണ ഏത് മനുഷ്യൻ്റെയും ഒരു സാധാരണ ബുദ്ധിക്ക് ഉദിക്കുന്നൊരു കാര്യമാണ്, മണ്ണ് വെച്ച് ഒരു ചെറിയ തടം പോലെ ഉണ്ടാക്കി, എന്നിട്ട് സം സം മതി മതി എന്ന് അവരുടെ ഭാഷയിൽ പറയുകയും ചെയ്തു. അതാണ് ഈ സംസം എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ പറയുകയാണ്, ഇസ്മായിലിൻ്റെ ഉമ്മാനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ, അവർ തിരക്ക് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ സംസം ഭൂമുഖത്തൂടെ എല്ലായിടത്തേക്കൂടെ ഒഴുകിയേനെന്ന്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉംറയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല, വീടിൻ്റെ മുമ്പത്തേക്കൂടെയൊക്കെ ചിലപ്പോൾ സംസം ഒഴുകി വന്നേനെ എന്നാണ് റസൂല് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال يرحم الله أم إسماعيل لولا أنها أجلت لكان زمزم عينا معينا. ഇബ്നു അബ്ബാസ് കൂട്ടിച്ചേർക്കുന്നു, ഇബ്രാഹിം പ്രവാചകൻ ഇസ്മായിലിനെ അദ്ദേഹത്തിൻ്റെ ഉമ്മയെയും മക്കയിലേക്ക് കൊണ്ടുവന്നു. അവർ ഇസ്മായിലിന് മുല കൊടുക്കുകയായിരുന്നു, അതായത് മുല കൊടുക്കുന്ന പ്രായം. അവരുടെ കയ്യിൽ ഒരു തൊലിസഞ്ചിയിൽ വെള്ളവും ഉണ്ടായിരുന്നു. ഹദസനി ഇബ്നു അബ്ബാസിൻ വലകിന്നഹു ഖാല അഖ്ബല ഇബ്രാഹിമു ബി ഇസ്മായില വ ഉമ്മിഹി അലൈഹിമുസ്സലാമു വഹിയ തുർദിഉഹുമാഹ ഷന്നത്തുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ 7-ാം വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായി അരപ്പട്ട ഉപയോഗിച്ച സ്ത്രീ ഇസ്മായിലിൻ്റെ ഉമ്മായാണ്, അതായത് ഹാജർ അലൈഹി സ്വലാം. അപ്പോൾ അരപ്പട്ട എന്ന് പറയുന്ന ഒരു സാധനം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ചിലപ്പോൾ തുണി കൊണ്ടുള്ള അരപ്പട്ടയായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും തൊലി കൊണ്ടോ എന്തെങ്കിലും ഉള്ളതായിരിക്കും. പക്ഷേ ഏതായാലും അരപ്പട്ട ആദ്യമായി ഉപയോഗിച്ച സ്ത്രീ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഉമ്മയാണ്. അവർ ആ അരപ്പട്ട ഉപയോഗിച്ചിരുന്നത് അവരുടെ കാൽപ്പാടുകൾ മായ്ക്കാനായിരുന്നു സാറായിൽ നിന്ന്. ഇബ്രാഹിം അവരെയും അവരുടെ മകൻ ഇസ്മായിലിനെയും കൊണ്ടുവന്നു. അപ്പോൾ ഇസ്മായിൽ പാൽ കുടിക്കുന്ന കുഞ്ഞായിരുന്നു. അവരെ കൊണ്ടുവന്നത് കഅബയുടെ അടുത്ത് ഉള്ള ഏതോ ഒരു മരത്തിൻ്റെ താഴെ, അവിടെയായിരുന്നു സംസം, അതായത് പള്ളിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലം. ആ കാലത്ത് അവിടെ മക്കയിൽ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ വെള്ളവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കയിൽ മനുഷ്യർ താമസിച്ചു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് എപ്പോഴെങ്കിലും താമസിച്ച് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരെ അവിടെ ഇരുത്തി അവരുടെ അടുത്ത് തൊലി കൊണ്ടുള്ള സഞ്ചിയിൽ കുറച്ച് ഈന്തപ്പഴവും ചെറിയൊരു വെള്ള സഞ്ചിയും വച്ചു. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇസ്മായിലിൻ്റെ ഉമ്മ അദ്ദേഹത്തിന് പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഇബ്രാഹിമേ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങളെ ഈ താഴ്വരയിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് വിട്ടിട്ട് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഞങ്ങൾക്ക് സഹായത്തിനായി ആരുമില്ല, ഞങ്ങൾക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ സമാധാനിക്കാനോ ആരുമില്ല, അതുമാത്രമല്ല ഞങ്ങൾക്ക് സന്തോഷിക്കാനായി ഒന്നുമില്ല. അവർ ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒരുപാട് പ്രാവശ്യം. പക്ഷേ അദ്ദേഹം തിരിഞ്ഞ് നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹു താങ്കൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഉത്തരവ് തന്നിട്ടുണ്ടോ? അതുവരെ ഒന്നും മിണ്ടായിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഉവ്വ. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവൻ ഞങ്ങളെ അവഗണിക്കുകയില്ല. അവർ തിരിച്ച് വന്നു. ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. സനിയയിൽ എത്തിയപ്പോൾ, അതായത് ഇവരെ കാണാൻ പറ്റാത്തത്ര ദൂരെ
എത്തിയപ്പോൾ അദ്ദേഹം കഅബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ പറയുന്ന ദുആ ചെയ്തു: അല്ലയോ എൻ്റെ രക്ഷിതാവേ, ഞാൻ എൻ്റെ ഏതാനും വംശപരമ്പരയെ കൃഷി ചെയ്യാൻ അനുയോജ്യമല്ലാത്ത ഒരു താഴ്വരയിൽ താമസിക്കാൻ വിട്ടിരിക്കുന്നു. അത് നിൻ്റെ പരിശുദ്ധമായ വീടിൻ്റെ അടുത്താകുന്നു. അതായത് കഅബ, മക്കയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആയത്ത് അങ്ങനെ തുടരുന്നു: അതുകൊണ്ട് അവർ നന്ദി ഉള്ളവരായേക്കാം. 14-ാമത്തെ സൂറത്ത് 37-ാമത്തെ ആയത്ത്. ഇസ്മായിലിൻ്റെ ഉമ്മ ഇസ്മായിലിന് പാല് കൊടുത്തുകൊണ്ടിരുന്നു. ആ ഉള്ള വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വെള്ളം മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹം തോന്നിത്തുടങ്ങി. കുട്ടിക്കും ദാഹം വന്നു തുടങ്ങി. പാല് ഇല്ലാതെയായി. അവർ കുഞ്ഞിനെ നോക്കി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടടിക്കുകയോ തിരിയുകയോ മറിയുകയോ കരയുകയോ ഒക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടലി വിശപ്പ് കാരണം അവിടെ തല്ലിപ്പടയ്ക്കുന്ന കുഞ്ഞിനെ അവർ നോക്കി. അവർ അവനെ അവിടെ വിട്ടു. കാരണം അത് കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. നോക്കിയപ്പോൾ അസ്സഫ എന്ന മല കണ്ടു. അതായിരുന്നു അടുത്ത മല, അവർ ഇരുന്നതിൻ്റെ തൊട്ടടുത്ത്. ആ ഭൂമിയിൽ അവരുടെ ഏറ്റവും അടുത്തുള്ള മല അതായിരുന്നു. അവർ അതിന് മുകളിൽ കയറി ചുറ്റിനും നോക്കി, താഴ്വരയിലേക്കും അപ്പുറ സൈഡിലേക്കും ഒക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. അവർ താഴേക്കിറങ്ങി താഴ്വരയിൽ എത്തിയപ്പോൾ, താഴ്ന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവരുടെ ഉടുപ്പ് എടുത്തു കുത്തി. അപ്പം നമ്മുടെയൊക്കെ സ്ത്രീകൾ വീട്ടിൽ നൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കുത്തും. അപ്പോൾ കാലൊരിച്ചിരി ഫ്രീ ആവാൻ വേണ്ടി ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് താഴ്വരയിലൂടെ ഓടി, അതായത് അപകടത്തിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോ ഉള്ള മനുഷ്യൻ ഓടുന്നത് പോലെ. അങ്ങനെ അവർ ആ താഴ്വര കഴിഞ്ഞു അൽ മർവ എന്ന മലയുടെ മുകളിൽ എത്തി. അവർ അവിടെ നിന്ന് നോക്കി, ആരെങ്കിലും കാണുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷേ അവർ ആരെയും കണ്ടില്ല. അവർ അത് ആവർത്തിച്ചു, അസ്സഫയുടെയും അൽ മർവയുടെയും ഇടയിൽ 7 പ്രാവശ്യം. ഇബ്നു അബ്ബാസ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇതാകുന്നു സഅയ് എന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം. അതായത് അസ്സഫയുടെയും അൽ മർവയുടെയും ഇടയിലൂടെ ആളുകൾ നടക്കുന്നതിൻ്റെ കാരണം 7 പ്രാവശ്യം ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്നവർ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാകുന്നു. അങ്ങനെ അവർ അവസാന പ്രാവശ്യം, അതായത് 7-ാമത്തെ പ്രാവശ്യം അൽ മർവയിൽ എത്തിയപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. അവർ അവരോട് തന്നെ പറഞ്ഞു, മിണ്ടല്ലേ. എന്നിട്ട് ശ്രദ്ധയോടെ കാതു കൂർപ്പിച്ച് നോക്കി എവിടെയാണെന്ന്. അപ്പോൾ അവർ ആ ശബ്ദം വീണ്ടും കേട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ, ആരാണോ നീ, ആരാണെങ്കിലും നീ നിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചിരിക്കുന്നു. അതായത് എനിക്ക് നിന്നെ കേൾക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കൂ എന്നുള്ള രീതിയിൽ. അതായത് നിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു, എന്തെങ്കിലും സഹായം നിൻ്റെ കയ്യിൽ ഞങ്ങൾക്കുണ്ടോ? അത്ഭുതം. നോക്കിയപ്പോൾ അവർ ഒരു മലക്കിനെ കണ്ടു, സംസമിൻ്റെ സ്ഥലത്ത്. അവിടെ അത് മണ്ണ് മാന്തുകയായിരുന്നു, അല്ലെങ്കിൽ ഭൂമി കുഴിക്കുകയായിരുന്നു. അതിൻ്റെ ഉപ്പൂറ്റി കൊണ്ടോ അതല്ലെങ്കിൽ ചിറകുകൊണ്ടോ അവിടെ നിന്ന് വെള്ളം തുടങ്ങുന്നത് വരെ. അപ്പോഴേക്കും അവർ അവിടെ എത്തി. അതിന് ചുറ്റും ഒരു തടം പോലെ ഉണ്ടാക്കി. അതായത് മണ്ണ് ചുറ്റിനും വരിമ്പ് പോലെ വെച്ചിട്ട്, ഒരു വരിപ്പ് പോലെ വെച്ച് ഒരു പാത്രം പോലെയാക്കി വെള്ളം അവിടെ തടഞ്ഞു നിർത്തി. അവരുടെ കൈ കൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ തൊലിസഞ്ചിയിലേക്ക് വെള്ളം നിറച്ചു, കൈകൊണ്ട് കോരി ഒഴിച്ച്. അവരത് കൈകൊണ്ട് കോരി എടുത്തു അല്ലെങ്കിൽ കുടിച്ചു. എന്നിട്ടും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു ഇസ്മായിലിൻ്റെ ഉമ്മാടെ മുകളിൽ കരുണ കാണിക്കട്ടെ. ആ സംസമിനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ, അതിനെ നിയന്ത്രിക്കാതെ, അത് വലിയ ആളാണ് ഈ പറയുന്നത്, ചെറിയ ആളൊന്നും അല്ല ഹാജർ അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ. അതായത് സംസം മതി നിൽക്കവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും വെള്ളം. അത്ര കഴിവുള്ള ആളാണ്. അതായത് ദുആ ചെയ്താൽ കേൾക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടക്കുന്ന ആൾ. അവർ അത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അതൊരരുവിയായി മാറുമായിരുന്നു. അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അവരുടെ തൊലിസഞ്ചി നിറച്ചില്ലായിരുന്നുവെങ്കിൽ സംസം ഭൂമുഖത്തുകൂടെ ഒഴുകുന്ന ഒരു നദിയോ അരുവിയോ ആയി മാറുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് അവർ അതിൽ നിന്ന് വെള്ളം കുടിച്ചു, കുഞ്ഞിന് പാല് കൊടുത്തു. മലക്ക് അവരോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ ഉപേക്ഷിച്ചതായിട്ട് നിങ്ങൾ കരുതണ്ട, അതായത് ആരുമില്ല നോക്കാൻ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. കാരണം ഇത് അള്ളാഹുവിൻ്റെ വീടാകുന്നു. അത് ഈ കുട്ടിയും അവൻ്റെ വാപ്പായും കൂടി ഉണ്ടാക്കും, പണിയും. പിന്നെ അള്ളാഹു അവൻ്റെ ആളുകളെ ഒരിക്കലും അവഗണിക്കാറില്ല.
വീട്, അതായത് കഅബ, അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയുന്നത്, ആ സമയത്ത് അവിടുത്തെ ഒരു ഉയർന്ന സ്ഥലത്തായിരുന്നു, ഒരു കുഞ്ഞ് മൊട്ടക്കുന്ന് പോലെയോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അരുവിയോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ അത് ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ഒഴുകാറുണ്ടായിരുന്നു. അവർ അവിടെ താമസിച്ചു. ജുർഹും എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള കുറച്ച് ആളുകൾ, അതല്ലെങ്കിൽ ഒരു കുടുംബം ജുർഹുമിൽ നിന്നുള്ളത്, അവരുടെയും അവരുടെ കുട്ടിയുടെ അടുത്തേക്കിടെയും പോയി. അവർ കദാ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരികയായിരുന്നു. അവർ വന്ന് മക്കയുടെ താഴ്ന്ന സ്ഥാനത്ത് വന്നു. അപ്പോൾ അവർ പക്ഷികളെ കണ്ടു. അത് വെള്ളമുള്ള സ്ഥലത്ത് മാത്രം പറന്ന് നടക്കുന്ന പക്ഷികളായിരുന്നു. അപ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് ഉറപ്പായി. അത് അവിടം വിട്ട് പോവുകയും ഇല്ല. അവർ പറഞ്ഞു, ഈ പക്ഷി തീർച്ചയായിട്ടും വെള്ളത്തിന് ചുറ്റുമായിരിക്കും പറക്കുന്നത്. നമുക്കറിയാം അവിടെ വെള്ളമില്ലയെന്ന്, കാരണം ഈ താഴ്വരയിൽ വെള്ളമില്ലയെന്ന് നമുക്ക് കൊല്ലങ്ങളായിട്ടറിയാം. അവർ യാത്രക്കാരാണ്, അതിലൂടെ 100 പ്രാവശ്യം പോയിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും അവരിൽ നിന്ന് 1 or 2 ദൂതന്മാരെ അയച്ചു, പോയി നോക്കിയിട്ട് വരിക, വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അവർ തിരിച്ചു വന്നു, അവിടെ വെള്ളമുണ്ട് എന്ന് അവരറിയിച്ചു. അവരെല്ലാവരും കൂടെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു. ഇസ്മായിലിൻ്റെ ഉമ്മ വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ആളുകൾ അവരോട് ചോദിച്ചു, ഞങ്ങളെ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുമോ? കാരണം ജുർഹും എന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്യന്മാരായ മനുഷ്യരായിരുന്നു. ചാര പിടിച്ചു പറിക്കാനൊന്നും പോകേണ്ട കാര്യമില്ലാത്ത ടൈപ്പ്. അല്ലെങ്കിൽ അവർക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മരുഭൂമിയിൽ വെള്ളം അവർക്ക് വേണമെങ്കിൽ പിടിച്ചു പറിക്കാം അവിടെ. പക്ഷെ അതൊന്നും ചെയ്തില്ല. അവർ വന്നിട്ട് ഇവിടെ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കുമോ? കാരണം മരുഭൂമിയിൽ വെള്ളമുള്ളിടത്തിലാണ് മനുഷ്യർ താമസിക്കുന്നത്, അവിടെ ഒരു മരവും ഉണ്ട്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഉവ്വ, പക്ഷേ വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല, അത് വെള്ളം എൻ്റെയാണ്. അവരത് അംഗീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, ഇസ്മായിലിൻ്റെ ഉമ്മ ആ അവസ്ഥയിൽ പൂർണ്ണമായും സന്തുഷ്ടയായിരുന്നു. കാരണം അവർ ആ ആളുകളുടെ കൂട്ടുകെട്ട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി. പിന്നീട് അവരുടെ ബാക്കി കുടുംബക്കാരെയൊക്കെ വിളിക്കാൻ ആളെ വിട്ടു. അവരെല്ലാവരും വന്നു, അതിന് ചുറ്റുമായി താമസം തുടങ്ങി. അങ്ങനെ ആ കുടുംബക്കാരിൽ ചില കുടുംബക്കാർ അവിടുത്തെ സ്ഥിര താമസക്കാരായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ പിന്നെ പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ കുറച്ച് പേര് പോവാതെ അവിടെ തന്നെ നിന്നു. ആ കുട്ടി, അതായത് ഇസ്മായിൽ, വളർന്നു വന്നു. ഭാഷ അറബി പഠിച്ചു അവരിൽ നിന്ന്. അതായത് ഹാജറ അലൈഹിസ്സലാം വരുന്ന ഈജിപ്തിൽ നിന്നാണ്, അറബി അല്ല. അവിടുത്തെ ഏതെങ്കിലും ഈജിപ്ഷ്യൻ ഭാഷയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ജുർഹും അറബികളായിരുന്നു. അവരിൽ നിന്നും ഇസ്മായിൽ അലൈഹിസ്സലാം അറബി ഭാഷ പഠിക്കുകയും അതിൻ്റെ ഗുണഗണങ്ങളും മഹത്വമൊക്കെ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ഈ കുട്ടി വളർന്നപ്പോൾ ആ കുട്ടിയെ ഭയങ്കരമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഒന്നാമത് നബിയാണ്, പിന്നെ റസൂലിൻ്റെ വംശപരമ്പരയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മോനാണ്, സുന്ദരനായിരിക്കും. പ്രവാചകന്മാരെല്ലാവരും ഭയങ്കര സൗന്ദര്യവും പെർഫെക്റ്റ് ബോഡിയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ഇതിനെ ആദരിച്ചു, ബഹുമാനിച്ചു. സ്വഭാവ ഗുണങ്ങളൊക്കെ കണ്ടിട്ട് അവരത്ഭുതപ്പെട്ടു. അങ്ങനെ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായപ്പോൾ അവർ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്മായിലിൻ്റെ ഉമ്മ മരിച്ചു. ഹാജറ അലൈഹി ഇസ്ലാമിനെയാണ് പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇബ്രാഹിം ഇസ്മായിലിൻ്റെ കല്യാണശേഷം വന്നു കുടുംബത്തിനെ കാണാൻ വേണ്ടിയിട്ട്, ഭാര്യയെ കാണാൻ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വിട്ടിട്ട് പോയ കുടുംബത്തിന്. പക്ഷേ അദ്ദേഹത്തിന് ഇസ്മായിലിനെ അവിടെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇസ്മായിലിൻ്റെ ഭാര്യയോട് അദ്ദേഹത്തിനെ പറ്റി ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം ജീവിതമാർഗം തേടി പോയിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഴങ്ങളോ കായോ അങ്ങനെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെ വേട്ടയാടാനോ ഒക്കെ പോയിരിക്കുന്നു, പണിയെടുക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതവും ഇവിടുത്തെ അവസ്ഥയും ഒക്കെ എങ്ങനെയുണ്ട്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങളിവിടെ ഭയങ്കര കഷ്ടപ്പാട് ജീവിതമാണ്, ബുദ്ധിമുട്ടാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊരുപാട് പരാതി അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ എൻ്റെ സലാം പറയുക അവനോട്, എന്നിട്ട് അവനോട് പറയുക നിൻ്റെ വാതിൽപ്പടി മാറ്റണം എന്ന്. അങ്ങനെ ഇസ്മായിൽ വന്നു. പക്ഷെ ഭാര്യ മറന്നുപോയെന്ന് തോന്നുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി അവിടെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ, ഒരു വയസ്സനായ ഒരു മനുഷ്യൻ വന്നിരുന്നു, ഇന്ന ലക്ഷണങ്ങളൊക്കെയാണ് ആളുടെ. എന്നിട്ട് അദ്ദേഹം
നിങ്ങളെപ്പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ നിങ്ങളെപ്പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ജീവിത രീതിയൊക്കെ പറ്റി പറഞ്ഞു. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ ചോദിച്ചു, അദ്ദേഹം എന്തെങ്കിലും ഉപദേശം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, ഉവ്വ, അദ്ദേഹം നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ വാതിൽ പടി മാറ്റണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ പറഞ്ഞു, അതെൻ്റെ വാപ്പായായിരുന്നു. അദ്ദേഹം എന്നോട് നിന്നെ വിവാഹമോചനം ചെയ്യാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെ ഇസ്മായിൽ അവരെ വിവാഹമോചനം ചെയ്തു. പക്ഷേ ആ ജുർഹും എന്ന് പറയുന്ന ആളുകൾക്ക് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് ഭയങ്കര സ്നേഹമായിരുന്നു, ആദരവായിരുന്നു. അപ്പോൾ അവർ അടുത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം അവരിൽ നിന്നും കുറേ നാളത്തേക്ക് മാറി നിന്നു, അല്ലെങ്കിൽ വന്നില്ല. എത്രമാത്രം അള്ളാഹു ആഗ്രഹിച്ചുവോ അത്രയും. അങ്ങനെ അവസാനം അദ്ദേഹം വന്നു, വിളിച്ചു, അല്ലെങ്കിൽ അന്വേഷിച്ചു, ഇസ്മായിലിനെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഇസ്മായിലിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ഇസ്മായിലിനെ പറ്റി അന്വേഷിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം ആഹാരം തേടി പോയിരിക്കുന്നു. ഇബ്രാഹിം അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതായത് വരുമാനവും ചെലവും ആഹാരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന്. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ നല്ല സമ്പന്നമായ രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്, അതായത് ഭയങ്കര സുഖത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാം ആവശ്യത്തിലധികമുണ്ട്. അവിടെ അന്നേരം ഉള്ളതെന്ന് പറയുന്ന ആകെ ഉള്ളത് ഇറച്ചിയും പാലും, അതായത് ഒട്ടകമോ ആടോ പോലുള്ള മൃഗങ്ങളുണ്ടാവും. അതിൻ്റെ ഒട്ടകത്തിൻ്റെ പാലും ഇറച്ചിയും വെള്ളവും, സംസം വെള്ളം, ഇത്രയും സാധനമേ ഉള്ളൂ. അതിനെയാണ് ഇവർ പറയുന്നത് അതിഭയങ്കരമായ സന്തോഷകരമായ ജീവിതം, ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് പരാതി പറയുന്ന സ്ത്രീയും പരാതി പറയാത്ത സ്ത്രീയും, രണ്ട് ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം ആവശ്യത്തിലധികം ഉണ്ട്. എന്നിട്ട് അവർ അള്ളാഹു അസ്സവജലിന് നന്ദി പറഞ്ഞു അവിടെ നിന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ. ഇബ്രാഹിം ചോദിച്ചു, എന്ത് തരം ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇറച്ചി. നിങ്ങൾ എന്താണ് കുടിക്കുന്നത്? അവർ പറഞ്ഞു, വെള്ളം. അള്ളാഹുവേ, ഇവരുടെ ഇറച്ചിയിലും വെള്ളത്തിലും നീ ഇവരെ അനുഗ്രഹിക്കണേ എന്ന് അദ്ദേഹത്തിന് ദുആ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, ആ സമയത്ത് അവർ കൃഷി തുടങ്ങിയിരുന്നില്ല, ധാന്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ധാന്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചോദിക്കുമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് വെറും 2 സാധനങ്ങൾ മാത്രം ജീവിതമാർഗമായി ഉള്ളൂ എങ്കിൽ അവരുടെ ആരോഗ്യവും സ്ഥിതിയും ഒക്കെ ഭയങ്കര മോശമായിരിക്കും, അല്ലെങ്കിൽ അത് ഭയങ്കരമായി ബാധിക്കും. അതല്ലെങ്കിൽ അവൻ മക്കയിൽ താമസിക്കുന്നവനായിരിക്കണം. അപ്പോൾ അതായത് ഇറച്ചിയും വെള്ളവും മാത്രം വെച്ചിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആര് ജീവിച്ചാലും അവൻ്റെ ആരോഗ്യം ക്ഷയിക്കും. മക്കയിലാണ് ഇറച്ചിയും വെള്ളവും മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നതെങ്കിൽ അവനൊന്നും പറ്റില്ല. കാരണം സംസം ഉള്ളത് കൊണ്ടായിരിക്കും, അള്ളാഹു ആലം. ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആ ഉള്ളത് കൊണ്ടായിരിക്കും മക്കയിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് ഇബ്രാഹിം ഇസ്മായിലിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് വരുമ്പോൾ എൻ്റെ സലാം പറയുക അവനോട്, എന്നിട്ട് അവനോട് പറയുക വാതിൽ പടി ഉറപ്പിച്ച് വയ്ക്കണം എന്ന്. അങ്ങനെ ഇസ്മായിൽ വന്നു. ഈ പ്രാവശ്യവും ഭാര്യ പറയാൻ മറന്നുപോയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്തോ തോന്നി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വന്ന് ഇരുന്നോ, നിന്നെ വിളിച്ചിരുന്നോ? അവർ മറുപടി പറഞ്ഞു, ഉവ്വ, ഒരു കാണാൻ ഭയങ്കര കൊള്ളാവുന്ന വയസ്സനാണ്, അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ അദ്ദേഹത്തിനെ പറ്റി ഭയങ്കരമായി പുകഴ്ത്തി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നോട് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു. ഞാനപ്പോൾ നിങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം നമ്മുടെ ജീവിതമാർഗത്തിനെ പറ്റി ചോദിച്ചു. നമ്മൾ നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇസ്മായിൽ അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഉപദേശമോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം തന്നോ? അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളോട് സലാം പറയുന്നതിനും കൂടാതെ വാതിൽ പടി ഉറപ്പിച്ച് വയ്ക്കുന്നതിനും. അപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, അതെൻ്റെ വാപ്പായായിരുന്നു, നീയാണ് എൻ്റെ വാതിൽപ്പടി. അദ്ദേഹം എന്നോട് നിന്നെ എൻ്റെ കൂടെ തന്നെ നിർത്തണം എന്ന്, അതായത് എന്നും ഭാര്യയായിട്ട് നിർത്തണം എന്ന് ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം അവരിൽ നിന്നും കുറേ കാലം മാറി നിന്നു. അള്ളാഹു എത്ര കാലം ഉദ്ദേശിച്ചുവോ അത്രയും കാലം. അതിനുശേഷം അവരെ വിളിച്ചു, അല്ലെങ്കിൽ അവരിലേക്ക് അദ്ദേഹം വന്നു. പിന്നെ വരുമ്പോൾ അദ്ദേഹം ഇസ്മായിലിനെ സംസത്തിനടുത്തുള്ള മരത്തിൻ്റെ താഴെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അമ്പ് കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് വേട്ടയാടാനൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട്. ഇബ്രാഹീമിനെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തിനെ സ്വീകരിച്ചു, സലാം ചൊല്ലി.
അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പിതാവ് മകനോട് ചെയ്യുന്നത് പോലെയോ അതല്ലെങ്കിൽ മകൻ അവൻ്റെ പിതാവിനോട് ചെയ്യുന്നത് പോലെയോ. ഇബ്രാഹിം പറഞ്ഞു, അല്ലെ ഇസ്മായിലെ, അള്ളാഹു എനിക്ക് ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, നിൻ്റെ രക്ഷിതാവ് എന്താണോ നിനക്ക് ഉത്തരവ് ഇട്ടിരിക്കുന്നത് അത് നീ ചെയ്യുക. ഇബ്രാഹിം ചോദിച്ചു, നീ എന്നെ സഹായിക്കുമോ? ഇസ്മായിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കും. ഇബ്രാഹിം പറഞ്ഞു, അള്ളാഹ് എന്നെ ഒരു വീട് പണിയാൻ ഉത്തരവിട്ടിരിക്കുന്നു. അതായത് പള്ളി, കഅബ പണിയുന്നതിനാണ് പറയുന്നത്. ആ കൊച്ചു കുന്നിലേക്ക് അല്ലെങ്കിൽ മല മുകളിലേക്ക് അല്ലെങ്കിൽ മൊട്ടക്കുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട്, അതായത് അവിടെയുള്ള ബാക്കി സ്ഥലങ്ങളെക്കാളും അല്പം ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് അവർ അവിടെ തറ ഉയർത്തി. കഅബയുടെ അല്ലെങ്കിൽ വീടിൻ്റെ, വീട് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ വാക്കാണ്, അള്ളാഹുവിൻ്റെ വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഅബയുടെ തറ അവിടെ പണിതു. ഇസ്മായിൽ കല്ലുകൾ കൊണ്ടുവന്നു, ഇബ്രാഹിം കല്ലുകൾ വച്ച് പണിയുകയായിരുന്നു. അതായത് അവർ കൊല്ലപ്പണിക്കാരൻ എന്നൊക്കെ പറയാവുന്ന പോലത്തെ പണി. കരിങ്കല്ല് വെച്ചിട്ട് തറ കെട്ടുന്നു, ഭിത്തി പണിയുന്നു. അങ്ങനെ ഭിത്തികൾ ഉയർന്നു. ഇസ്മായിൽ കല്ല് കൊണ്ടുവന്നു ഇബ്രാഹിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇബ്രാഹിം ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പണി തുടർന്നുകൊണ്ടിരുന്നു. ഇസ്മായിൽ കല്ലുകൾ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നു. രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു, അല്ലയോ റബ്ബേ അല്ലെങ്കിൽ രക്ഷിതാവേ, ഈ സേവനം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. 2-ാമത്തെ സൂറത്ത് 127 ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, രണ്ടുപേരും എന്നിട്ട് പണി തുടർന്നു. അതിനുശേഷം കഅബയ്ക്ക് ചുറ്റും നടന്നു. എന്നിട്ട് പറഞ്ഞു, രക്ഷിതാവേ, ഈ സേവനം ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. 2-ാമത്തെ സൂറത്ത് 127 ആയത്ത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.